ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വപന സ്വവശോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനീശ്വര. സ്വാപന മയക്കിക്കിടത്തുന്നവൻ. ജീവികളുടെ ആത്മബോധത്തെ വിഷ്ണുമായയാൽ അവിടുന്ന് മയക്കുന്നു. ജീവികളെല്ലാം സംസാര സുഖങ്ങളും ദുഃഖങ്ങളും സത്യമെന്ന് നനച്ച് ജീവിതം കാമക്രോധ മതലോഭങ്ങളിൽ ഉഴറി വൃഥാവിലാക്കുന്നു. ഇങ്ങനെ മായയിൽ മയക്കുന്നവനാകിയാലാണ് അവിടുന്ന് സ്വാപന. ഇതാണ് യഥാർത്ഥ ലീലാമാധവം, വിഷ്ണുമായാമാധവം. വന്ദിച്ചുകൊള്ളുക ഭഗവാനെ. സ്വവശ സർവസ്വതന്ത്രൻ, സ്വയം അധീനനായിരിക്കുന്നവൻ. വിശ്വപരിപാലനം, ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വമഹിമയിൽ പ്രതിഷ്ഠിതനായി നിർവഹിക്കുന്നവനാണല്ലോ അവിടുന്ന്. സർവവും അവിടത്തെ അധീനതയിലാണ്. ലീലാവിനോദമാണ് ജഗത്തിൻ്റെ സൃഷ്ടിയും നമ്മുടെയൊക്കെ ജീവിതങ്ങളും. ജീവജാലങ്ങളെ ക്രീഡാമൃഗങ്ങളാക്കി ഭഗവാൻ വിനോദിക്കുന്നുവെന്നാണ് ശങ്കരാചാര്യരും ശിവാനന്ദലഹരിയിൽ പറയുന്നത്. ഭഗവാൻ ഒന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നു. അത് എപ്രകാരമെന്ന് വെച്ചാൽ, തിരകൾക്ക് കടൽ വേണമെങ്കിലും കടലിന് തിരകൾ ആവശ്യമില്ലാത്തതുപോലെ. അതിനാൽ അവിടുന്ന് സ്വവശ. വ്യാപി എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്നവൻ ആരോ അവൻ. കാണപ്പെടുന്ന ലോകത്തിലെമ്പാടും കാര്യങ്ങളുടെ മൂലകാരണമായി അവിടുന്ന് വ്യാപിച്ചിരിക്കുന്നു. അടയാളങ്ങൾ ഇല്ലാത്തവനാണ് അവിടുന്ന്. ആകാശം പോലെ അസംഗനാണ് അവിടുന്ന്. ലോകം അങ്ങയിൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നില്ല, അങ്ങ് ലോകത്തിലും. നൈകാത്മാ കേവലം ഒരു ആത്മാവ് മാത്രമല്ലാത്തവൻ. ഭഗവാന്റെ വിഭൂതികളായി വാസുദേവൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, ബ്രഹ്മാവ്, മനുക്കൾ, സപ്തർഷികൾ എന്നിവർ പ്രകാശിപ്പിക്കപ്പെട്ടതിനാൽ നൈകാത്മാ. നൈക കർമ്മകൃത് അനവധി കർമ്മങ്ങൾ ചെയ്യുന്നവൻ. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് അവിടുന്ന്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിലും അനവധി കർമ്മങ്ങൾ അവിടുന്ന് ചെയ്യുന്നു. ഭൂമിക്ക് ആധാരമായി വർത്തിക്കുന്നു, ധർമ്മ സംസ്ഥാപനത്തിന് അവതരിക്കുന്നു. ഇതിനാലൊക്കെ നൈക കർമ്മകൃത്. വത്സര വസിക്കുന്നവനാരോ അവൻ വത്സര. നമ്മളെല്ലാം വസിക്കുന്നത് ഭഗവാനിലാണ്. നമ്മളിൽ സാക്ഷിയായി വസിക്കുന്നത് ഭഗവാനാണ്. ഓരോ ശ്വാസനിശ്വാസത്തിനും ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. വത്സല വാത്സല്യമുള്ളവൻ ആരോ അവൻ. ആശ്രിത വത്സലനാണ് ഭഗവാൻ. ഭക്തന്റെ അനുരാഗഭരിതമായ ഹൃദയമാണ് അവിടത്തേക്ക് പ്രിയ വാസസ്ഥാനം. ആ ഹൃദയത്തോളം പ്രിയമായി മറ്റൊന്നുമില്ല ഭഗവാന്. ഭക്തരെ സുഖദുഃഖങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി മോക്ഷം നൽകി സ്വന്തം ഹൃദയത്തോട് ചേർക്കുന്ന കരുണാമയനത്രേ അവിടുന്ന്. ഭക്തരുടെ യോഗക്ഷേമം വഹിക്കുന്നത് അവിടുന്ന് തന്നെയത്രേ. വത്സി വത്സന്മാർ ഉള്ളവർ. വത്സങ്ങൾ എന്ന് വച്ചാൽ പശുക്കുട്ടികൾ. വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേച്ചു നടന്നിരുന്നുവല്ലോ ഭഗവാൻ. സകല ജീവജാലങ്ങളും ഭഗവാന് ശിശുക്കൾ തന്നെ. അവരെ പോഷിപ്പിക്കുന്നതും വഴി കാട്ടുന്നതും അവിടുന്ന് തന്നെ. രത്നഗർഭ രത്നങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവൻ. ഒരു സമുദ്രം വിലപിടിപ്പുള്ള അമൂല്യ രത്നങ്ങളെ എപ്രകാരം അന്തർഭാഗത്ത് വഹിക്കുന്നുവോ അതേപോലെ ഭഗവാനിൽ സർവസമ്പത്തുകളും ഐശ്വര്യങ്ങളും ഇരിക്കുന്നു. അതിനാൽ അവിടുന്ന് രത്നഗർഭ. ധനേശ്വര ധനങ്ങളുടെ അധിപതി. ലോകത്തിലെ സമ്പത്തിന്റെ അധിപൻ കുബേരൻ എന്നാണ് പറയുക. യക്ഷകിന്നരന്മാർക്കിടയിൽ ഞാൻ കുബേരനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ലക്ഷ്മീപതിയുമാണ് ഭഗവാൻ. പക്ഷേ ഏതാണ് സർവശ്രേഷ്ഠമായ സമ്പത്ത്? മോക്ഷം തന്നെ. ഭഗവാന്റെ കയ്യിലുള്ള ആ അമൂല്യ സമ്പത്തായ മോക്ഷം സമ്മാനമായി ലഭിക്കുന്നവനാണ് യഥാർത്ഥ ധനികൻ. സ്വപന സ്വവശോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനീശ്വര.
ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.